ഗൈസ് അങ്ങനെ നമ്മുടെ പുതിയ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അച്ചൻകോവിൽ ഫോറസ്റ്റ് ആണ്. ഓണ ട്രിപ്പാണത്. ഓണത്തിന്റെ അവിട്ടത്തിന്റെ ട്രിപ്പാണത്. ഹാപ്പി ഓണം. നല്ല നമ്മൾ അച്ചൻകോവിൽ ഫോറസ്റ്റ് ഫുള്ളൊന്ന് 360 അടിച്ച് കാണിച്ചു തരാം. പോവാം. നമ്മൾ ID വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഫോറസ്റ്റിലോട്ട് കയറാൻ പോവാണ്. തിരിച്ചെടുക്കണേ. ഗൈസ് അങ്ങനെ കാട്ടി കയറിയിരിക്കുകയാണ്. അച്ചൻകോവിൽ കുളത്തൂപ്പുഴ വനം ഡിസ്ട്രിക്റ്റ് വരുന്നതാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സൂപ്പർ റൂട്ടാണ്. ഒന്ന് റൂട്ട് കാണാം. 16 കിലോമീറ്ററുകളുള്ള റോഡ് ഇങ്ങനെ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പുതിയ MRF ടയർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. കാട്ടുപശു ഇതാണ് കാട്ടുപശു. നിങ്ങൾക്ക് കുറച്ച് സൂം ചെയ്ത് എടുത്തു തരാം. ഒറ്റപ്പശുവാണ് ഇത്. കൂട്ടം തെറ്റി വരുന്ന ഒറ്റപ്പശുക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അക്രമകാരികളാണ്. പാലൊക്കെ വെച്ച് അടിച്ചു കളയും. കാട്ടുപാത. ഷോട്ടാണ്. ബ്യൂട്ടി ഓഫ് അച്ചൻകോവിൽ. അച്ചൻകോവിൽ 6 കാണുന്നത്. നമ്മളങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആന ഇറങ്ങി വന്ന വഴിയാണിത്. കണ്ടോ? ശരി കണ്ടോ? ആനയുടെ കാര്യം അവിടെ നിന്ന് ചെളിമണ്ണ് പറ്റിയിട്ട് ആന നടന്നു പോയതാണിത്. വൻ വിഷയമാണിത്. തെറിക്കാം. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. വേറെ ആരുമില്ല. കിട്ടും. കാണിച്ചു തരാം. ആന ഇറങ്ങുന്ന വഴിയാണത്. പിണ്ടം കിടപ്പുണ്ട്. നമുക്ക് ഏതും ആന ഇറങ്ങി വന്ന സ്ഥലമാണത്. നല്ല വ്യൂ നമുക്ക് കാണാം. പയ്യെടുത്തു.
നേരെ ഒരു വഴിയേ ഉള്ളൂ. വഴിയേ ഉള്ളു. ഇത് കുഴപ്പമില്ലല്ലേ ഈ റോഡ്? എന്താ പറയാനുള്ളത് എനിക്ക് ഈ റോഡിനെ പറ്റി എന്താ പറയാനുള്ളത്? നമുക്കിത് വളരെ ഭീകരതയൊരു റോഡാണ്. കാരണം വഴികളിലെല്ലാം ആന ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡുണ്ട്, അവിടെ കാണുന്ന കുഴപ്പം നമുക്ക് തിരിച്ചു പോകാം, സ്പീഡേ നമുക്ക് വിട്ടു പോകാവുന്നതാണ്. പക്ഷേ ഈ ചില വഴികളെന്ന് പറഞ്ഞാൽ വൻ മോശമാണ്. ഒരു മധുരമില്ലാത്ത പായസം പോലെ ചെളിയും. അതേപോലെ നമുക്ക് വീതി നിറയാൻ കാരണം വഴികളിലെല്ലാം ആനപ്പിണ്ടാവും. പിന്നെ ആന ചവിട്ടിയിട്ട മരങ്ങളും പനകളും. വേറെ ആരും ഇല്ല ഇവിടെ, അതൊന്നും കണ്ടില്ലേ? വേറെ ആരും ഇല്ല ഇവിടെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആരും ഇല്ല. വഴി കണ്ട എനിക്ക് തോന്നുന്നു നമ്മുടെ അരുവിയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് ആനകൾ ഇറങ്ങാറുള്ള റോഡ് അതിന്റെ കൂടെ തന്നെയാണ് പണിഞ്ഞു വെച്ചേക്കുന്നത് റോഡ്. ഇപ്പം നമുക്ക് കുറച്ച് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് വാച്ച് പ്ലേസ് ആണ്, കൊല്ലം ജില്ലയിലാണ്. നമുക്കൊരു റൈഡാണ്. നിങ്ങൾക്ക് XUV-യോ ജീപ്പോ അല്ലെങ്കിൽ കുറച്ച് ക്ലിയറൻസ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ കാറിൽ നിങ്ങൾക്ക് സേഫായിട്ട് പോകാം. 2-വീലറിൽ കുറച്ച് ധൈര്യം വേണം, ഇല്ലാതെ കുറച്ച് കഷ്ടമാണ്. കാണിച്ചു തരാം. ഓക്കെ, കൊടു. മറ്റേ റൂട്ട് ഇതേടാ, ഇത് ഷോർട്ട് കട്ടാ അത്. നമ്മൾ വന്നതാ. തോർത്തൊക്കെയായിട്ട് വരണ്ടായിരുന്നു, ഇല്ലേ? തോർത്തൊക്കെയായിട്ട് വരണ്ടായിരുന്നു. പച്ച വണ്ടി പച്ചക്കറി കാണാത്ത
തോർത്തൊക്കെ ആയിട്ട് വരണ്ടേ? തോർത്ത് മേടിച്ചാലോ? നമ്മുടെ കടയൊന്നും ഇല്ല. വലിയ അലക്കിട്ടേക്കാൻ തോർത്ത് എടുക്കണം. നല്ല തണുപ്പായിരിക്കും. കായനുസരിച്ച് സെറ്റ് സെറ്റ്. മനുഷ്യനാണ് വേറെ സ്ഥലത്ത് ചെറിയ സ്ഥലം നിർത്തും. നമ്മൾ വെറുതെ ഇവിടെ പൊളി വൈബ്. ഓ എന്ത് ഇരുട്ട് ഇവിടെ കൊള്ളാല്ലേ? വലിയൊരു മരത്തിന് പൊത്തു നോക്കി. എന്തോ ഇരിപ്പുണ്ട് വെള്ള. വെള്ളത്തേറി സെൽഫിയുടെ അവിടെ നിന്ന് തിരിഞ്ഞേക്ക്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? വൈബ് സ്ഥലം. എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ സൂപ്പർ തണുപ്പ്. ക്ലിയർ വാട്ടർ, ക്രിസ്റ്റൽ ക്ലിയർ. തോർത്തിന്റെ കുറവുണ്ടല്ലേ? തോർത്തിന്റെ കുറവുണ്ട്. വരുമ്പോൾ ഒരു തോർത്തുമായിട്ട് അച്ഛൻ കോവിലോട്ട് യാത്ര തിരിക്കും. മിനിമം ഒരു തോർത്ത്. അതെ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അവൻ നടന്ന പാതകൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. തണുപ്പ്.
കേസ് ഇതാണ് കുംഭവൃട്ടിലൊക്കെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. നമ്മൾ ഏകദേശം എത്ര കിടന്നു, നമ്മൾ നടന്ന് ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ്. 50 രൂപ, 2 പേർക്ക് 100 രൂപ. പൊതുവല്ല 30 രൂപ ബൈക്ക് നമ്മൾ പുറത്ത് വെച്ച് മേടിച്ച്. ബൈക്ക് ഉള്ളതുകൊണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം. അതെ, ഇവര് നമ്മൾ കൊല്ലാമെന്ന് പറഞ്ഞില്ല ഇവരുടെ അടുത്ത്. പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം വിഷയമായാണ്. കൊല്ലം ഇരുന്ന ഇത്രയേ ഉള്ളു സംഭവം. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. ആംഗ്ലയർ വെച്ചേക്കാണ്. ഞാനിങ്ങനെ കളിയാണ്. എന്ത് കയറ്റം? കുത്തുകയറ്റമാണ്. കുത്തനെയുള്ള കയറ്റം, ചെങ്കുത്തായ കയറ്റം. ഇത് ദ ചെങ്കോട്ടை. मचे काताड़ी पकड़म पकड़िया. देखो इधर देखो. कितना सीनरी पही पही कितना सीनरी